ഇടുക്കി പീരുമേട് താലൂക്കിലെ തോട്ടം മേഖലയിൽ അപകടാവസ്ഥയിലായിരിക്കുന്ന ലയങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ലയങ്ങളുടെ ഭാഗങ്ങൾ തുടരെ ഇടിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം രണ്ടിടങ്ങളിലായി ലയങ്ങൾ ഇടിഞ്ഞ് ഒരു കുട്ടിക്കും വയോധികയ്ക്കും പരിക്കേറ്റിരുന്നു. കാലപ്പഴക്കത്താൽ ജീർണിച്ച ലയങ്ങളിൽ ജീവൻ പണയം വെച്ച് ദുരിത ജീവിതം നയിക്കുകയാണ് തോട്ടം തൊഴിലാളികൾ. സമീപ നാളുകളിൽ ഇത്തരത്തിൽ ലയങ്ങൾ തകർന്നും മറ്റും അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് എസ്റ്റേറ്റ് ലയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റിൽ ലയത്തിന്റെ ഭിത്തി ഇടിഞ്ഞ് വീണ് കുട്ടിക്ക് പരിക്കേറ്റിരുന്നു. പീരുമേടിൽ ലയത്തിന്റെ ശുചിമുറി ഇടിഞ്ഞ് വയോധികയ്ക്കും പരിക്കേറ്റു. ലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം. പോപ്സ് കമ്പനിയുടെ തേങ്ങക്കൽ 2ാം ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ടോയ്ലറ്റിൽ കയറിയ സ്ത്രീ തൊഴിലാളി ടോയ്ലറ്റ് പൂർണ്ണമായി താഴേക്ക് ഇടിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാസയോഗ്യമല്ലാത്ത ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ട മാനേജ്മെന്റുകൾ അടിയന്തരമായി പൂർത്തീകരിക്കണം. വാസയോഗ്യമല്ലാത്ത ലയങ്ങൾ പുനർനിർമ്മിക്കണം. അപകടാവസ്ഥയിലായ ലയങ്ങളിൽ നിന്നും ഉടമയുടെ ഉത്തരവാദിത്വത്തിൽ തൊഴിലാളികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളി സംഘടനകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ജനം, ഇടുക്കി.